ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആശുൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, അടുത്ത ദിവസം നമുക്ക് ഏതാണ് എക്സാം വരുന്നത്? നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിലെ മാത്തമാറ്റിക്സിൽ അഥവാ ഗണിതം എന്ന പരീക്ഷയാണ്. അപ്പൊ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടുള്ള ഗണിത പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ് എന്നതാണ് മക്കളെ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത്. അതായത് വരയ്ക്കാം, കണ്ടെത്താം എന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് came to watch the competitions. Many competitions are available for children. First item is drawing pictures and they reached there. See what was written there. എന്താ മക്കളെ പറഞ്ഞത്? അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? കം ഓൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. എന്താ മക്കളെ പ്രവർത്തനം ഒന്ന് പറയുന്നത്? സ്കൂളിൽ നിന്ന് പ്രദർശനം കാണാനായിട്ട് എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായിട്ട് പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എഴുതിയത് നോക്കൂ. എന്താ എഴുതിയിട്ടുള്ളത്? വരൂ ചിത്രം വരയ്ക്കൂ എന്നതാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്കുള്ള എ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിളും റെക്ടാങ്കിളും മാത്രം ഉപയോഗിച്ചിട്ട് മക്കളടുത്തേക്ക് ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മക്കളെ? സർക്കിളും റെക്ടാങ്കിളും മാത്രം യൂസ് ചെയ്തിട്ടാണ് മക്കളടുത്ത് എന്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഒരു പിക്ചർ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? നമുക്ക് നോർമലി നമുക്ക് 3 ഷേപ്സുകളും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ നമ്മളോട് സർക്കിളും റെക്ടാങ്കിളും മാത്രം യൂസ് ചെയ്തിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ചിത്രം വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ജീവികളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഹിക്കിൾസിന്റെ ചിത്രങ്ങളോ ഒക്കെ വരയ്ക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് സിമ്പിൾ ആയിട്ട് റെക്ടാങ്കിളും അതുപോലെ തന്നെ സർക്കിളും യൂസ് ചെയ്ത് വരയ്ക്കാവുന്ന ഒരു പിക്ചർ മക്കളെ. ഇതേപോലെ വെഹിക്കിളിന്റെ പിക്ചർ നമുക്ക് വരയ്ക്കാമല്ലോ മക്കളെ. ഇതുപോലെ വെഹിക്കിളിന്റെ പിക്ചർ നമുക്ക് വരയ്ക്കാവുന്നതാണ് അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളില് നമുക്ക് ഇങ്ങനെ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ റെക്ടാങ്കിളും അതുപോലെ തന്നെ സർക്കിളും യൂസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് അല്ലെ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മിസ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് 3 ഷേപ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കിക്കേ, റെക്ടാങ്കിളും അതുപോലെ തന്നെ സർക്കിളും അതുപോലെ തന്നെ ട്രയാങ്കിളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രം കൂടി മിസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളോട് 2 എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കൂട്ടുകാർ ആ രീതിയിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ എന്നാണ് പറഞ്ഞത്. അതായത് മക്കളെ, നിങ്ങൾ വരച്ചിട്ടുള്ള രൂപത്തിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ചിത്രം കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചിത്രമാണോ അവിടെ വരയ്ക്കുന്നത്, അതിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നത് നോക്കാട്ടോ. നമ്മളിപ്പം ജസ്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഒരു വെഹിക്കിളിന്റെ ചിത്രമായിരുന്നു നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2 എണ്ണമാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാം അല്ലെ. അപ്പൊ മക്കൾ ഏതാണോ വരയ്ക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള എണ്ണം എഴുതുക. ഇനിയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ.
Put a cross mark against the statement which is not a characteristics of a rectangle. അതായത് മക്കളെ ചുവടെ തന്നിരിക്കുന്നവയിൽ ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തതിനെ ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തത്. ഓക്കെ മക്കളെ, have four sides. 4 വശങ്ങളുണ്ടോ? 4 വശങ്ങളുണ്ട്. 4 sides ഉണ്ട്. Then അടുത്തത് have four corners അല്ലെ? 4 മൂലകൾ ഉണ്ടോ മക്കളെ? 4 മൂലകളുണ്ട്. ദെൻ അടുത്തത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. അതായത് മക്കളെ എതിർവശങ്ങൾ ഒരേ അളവല്ല. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ മക്കളെ? അല്ല അല്ലെ? നമുക്കറിയാം ഒരു റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ എന്താണ് മക്കളെ? സെയിം ആണ്, ഒരേ അളവിലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റോങ് ആയിട്ട് വരുന്നത് അല്ലെ. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അതായത് എതിർവശങ്ങൾ ഒരേ അളവാണ്. അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതില് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ എന്തായിട്ടുള്ളത്? റോങ് ആയിട്ടുള്ളത്. സെറ്റ് അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Here is a picture drawn by Veena. How many rectangles are there in it? അതായത് മക്കളെ വീണ വരച്ച ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് മക്കളെ, ഇതില് എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണുള്ളത് മക്കളെ? നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യം നോക്കിക്കേ, ഇത് 1, ഇത് 2 അല്ലെ. പിന്നെ ഇത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ആക്കി എടുക്കാം അല്ലെ. പിന്നെ ഇത് നോക്കിക്കേ മക്കൾ, ഇതിനെ മുഴുവനും നമുക്ക് ഒന്നാക്കി എടുത്തുകൂടെ. അപ്പൊ എന്തായി? 4 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൊത്തം ഒരു റെക്ടാംഗിൾ ആക്കി എടുക്കാം. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 5 റെക്ടാംഗിൾസ് ഉണ്ട്. 5 ചതുരങ്ങളാണുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഒന്നാമത്തെ ആക്ടിവിറ്റി സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. നെക്സ്റ്റ് വണ്ണിലോട്ട് നമുക്ക് പോവാം മക്കളെ. ആക്ടിവിറ്റി 2 കം വിൻ എ പ്രൈസ് എന്നതാണ് മക്കളെ. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്. Some instructions are placed on the other part of the exhibition counter. If you write a number as per instructions, you will get a prize. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ നിർദ്ദേശങ്ങൾ എന്താണോ അവിടെ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് സംഖ്യകൾ എന്ത് ചെയ്യാൻ അവിടെ തന്നിട്ടുള്ള സംഖ്യാ സ്ട്രിപ്പിൽ എഴുതിയാൽ സമ്മാനം കിട്ടും എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? നോക്കിക്കേ, see the instructions received by Meera. Find the number and write it on the number strip. എന്താ മക്കളെ പറഞ്ഞത്? മീരയ്ക്ക് കിട്ടിയിട്ടുള്ള കുറിപ്പുകൾ നോക്കൂ, അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പില് സംഖ്യ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ മക്കളെ? നോക്കിയാലോ? മീരയ്ക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? 300s, 8 10s, 5000s, 4 1s എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അതായത് മക്കളെ 300, 8 10, 5000, 4 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതേതാണ് മക്കളെ സംഖ്യ വരിക? അതേതാണ് സംഖ്യ വരിക? നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 1000ന് ആദ്യം നോക്കാം. എത്രയാണ്? 5000 ആണ്. 5000 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 5 എഴുതുക. 0 0 0. ഓക്കെ. ദെൻ 100s ഏതാ മക്കളെ? 300 ആണ്. അപ്പൊ നമ്മള് 3 0 0 അല്ലെ. ദെൻ നോക്കിക്ക് 8 10 ആണ്. അപ്പൊ നമ്മൾ 8 എഴുതുക, 0 എഴുതുക. ദെൻ എത്ര 1s ആണ്? 4 1s. അപ്പൊ ടോട്ടൽ എത്രയായി മക്കളെ? നമ്പർ എത്രയായി? 5384. ഓക്കെ, 5384 എന്ന് കിട്ടും. അതെല്ലാം കൂടി ചേർത്തെഴുതുന്ന സമയത്ത്. ഇനി അടുത്ത നോക്കിക്കേ മക്കൾ, എത്രയാണ്? 4000s ഇല്ലേ? 4000 ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 4000s ഉണ്ട്. ദെൻ എത്രയാണ് മക്കളെ? 3 10s ആണല്ലേ, 3 10കളാണ്. അപ്പൊ എത്രയാണ് മക്കളെ നമ്പർ എന്ന് പറയുന്നത്? 3 10കളും എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്പർ? എത്രയാണ്? 4030 ആണല്ലേ. എത്രയാണ്? 4030 ആണ് മക്കളെ. 4030 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വണ്ണിലോട്ട് നമുക്ക് പോവാം. എത്രയാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സൂചന എന്താ നോക്കിക്കേ. The number with 2500, 8 10s and 4 1s. 2500 എന്ന് പറയുമ്പോൾ എത്രയായി മക്കളെ സംഖ്യ? 2500 എന്ന് പറഞ്ഞാൽ എത്രയായി മക്കളെ? 2500 എന്ന് പറഞ്ഞാൽ 25 എഴുതുക, അതിന്റെ കൂടെ 2 0യും ചേർത്തുക. അപ്പൊ എത്രയായി? 2500 എന്ന് കിട്ടില്ല. എത്ര കിട്ടി? 2500 എന്ന് കിട്ടി. ഈ 2000ന് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ?
2000 500 500 പിന്നെയോ നമുക്ക് 8 10s ആ പറഞ്ഞിട്ടുള്ളത് അല്ലെ, 8 10കളും 4 ഒന്നുകളും ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എത്ര കിട്ടി മക്കളെ നോക്കിക്കേ, 2584 എന്ന് കിട്ടി. 2584 എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കിക്കേ, one less the small 4 ഡിജിറ്റ് നമ്പർ, അതായത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ് മക്കളെ? നമുക്കറിയാം ഏതാണ്, 1000 ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ എന്ന് പറയുമ്പോൾ 999 ആണല്ലേ. അത് കിട്ടണേ നമുക്കറിയാം എത്ര ഹൺഡ്രഡ്സ് വേണം, 9 hundreds 9 10s 9 1s ഇത് ചേർത്താലാണ് 999 എന്ന് കിട്ടുക. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്തതൊന്ന് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താണ് 2160 2160 കുറിച്ച് ശരിയായത് ഏതാണ് എന്നാ ചോദിച്ചത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ ശരിയായിട്ടുള്ളത്? നോക്കിക്കേ, 2006 2000 അതുപോലെ തന്നെ 2000 6 10 ആണ് അല്ലെ, 2000. ഓക്കെ, ദെൻ 6 10കളും ചേർന്നാൽ എത്രയാണ് മക്കളെ? 2060 ആണല്ലേ, 2060 ആണ്. അപ്പൊ അതല്ല, നമ്മളോട് പറഞ്ഞത് എന്താണ്, 2160 മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ദെൻ അടുത്ത നോക്കിക്കേ, 2000s 60 10s ആണ് അല്ലെ, 2000 അതുപോലെ തന്നെ 60 10s ആണ്, 60 10കളും ആണ്. അപ്പൊ എത്രയാണ് മക്കളെ? എത്ര കിട്ടും നമുക്ക്? 2600 എന്ന് കിട്ടൂലേ? അതും അല്ല. നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, 2000s 2000 അതുപോലെ തന്നെ 16 10s ആണ്, അപ്പൊ 160 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടിയ മക്കളെ? 2160 2160 എന്ന് കിട്ടി. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ല? അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ലെറ്റ്സ് മേക്ക് നമ്പർ, സംഖ്യ ഉണ്ടാക്കാം എന്നതാണ് മക്കളെ. സീ ദ നമ്പർ കാർഡ്. നോക്കിക്കേ, നമുക്ക് നമ്മുടെ സാന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ള നമ്പർ കാർഡ്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. Which of the number strips given here will make the number the card with the സാന്ദ്ര? അതായത് മക്കളെ, ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർത്താൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും. അപ്പൊ സാന്ദ്രയുടെ കയ്യിൽ ഏതാണുള്ളത്? 6475. അപ്പൊ ഇതിലേക്ക് ഏതൊക്കെ കാർഡ്സുകൾ ചേർക്കണം മക്കളെ? ഏതൊക്കെ ചേർക്കണം? 1000ന്റെ പ്ലേസ് 1000ന്റെ പ്ലേസിൽ 6 ആണുള്ളത്. അപ്പൊ നമുക്ക് 6000. ദെൻ ഹൺഡ്രഡ്സിന്റെ പ്ലേസ് 100ന്റെ സ്ഥലത്ത് 4 ആണുള്ളത്. അപ്പൊ എന്താണ്? 400 പ്ലസ്. ദെൻ ടെൻസിന്റെ സ്ഥാനത്ത് 10ന്റെ സ്ഥാനത്ത് 7 ആണുള്ളത്. അപ്പൊ നമുക്ക് 70 പ്ലസ്. വൺസിന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? 5 ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 5. അപ്പൊ നമുക്ക് 6475 അല്ലെ. ഈ കാർഡുകൾ ചേർന്നാലല്ലേ മക്കളെ നമ്മുടെ സാന്ദ്രയുടെ കയ്യിലുള്ള ഈ ഒരു കാർഡ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ? നോക്കിക്കേ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 6470 പ്ലസ് 5. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഈ സംഖ്യാ സ്ട്രിപ്പുമായിട്ടുള്ള പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, write the largest 4-digit number that can be formed using the given number strips. അതായത് മക്കളെ, തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ? 1000ന്റെ പ്ലേസിൽ ഏറ്റവും വലിയ നമ്പർ ഉള്ളത് ഏതാ നോക്കുക ആദ്യം അല്ലെ. 1000ന്റെ പ്ലേസിൽ ഇവിടെ ഏറ്റവും വലുതുള്ളത് 9 ആണ്. 9നേക്കാൾ വലുതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 9000. അത് കഴിഞ്ഞ് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഏറ്റവും വലുത് ഏതാണ് മക്കളെ? ഇവിടെ 600 ഉണ്ട്, ഇവിടെ 800 ഉണ്ട്, 500 ഉണ്ട്, 400 ഉണ്ട്, 50 ഉണ്ട് അല്ലെ. അപ്പൊ ഏതാണ്? 800 ആണ് അതിലുള്ളത് ലാർജസ്റ്റ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കിക്കേ മക്കളെ, ടെൻസിന്റെ പ്ലേസിൽ വലുതുള്ളത് ഇവിടെ എന്തുണ്ട്? 19 ഉണ്ട് അല്ലെ, 90 ഉണ്ട്. ദെൻ വൺസിന്റെ പ്ലേസിൽ ആവുന്ന സമയത്തോ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഏതാണ് വലുത് മക്കളെ? 6 ആണ് വലുത്. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9896 അല്ലെ, 9896. ഇതാണ് ഏറ്റവും വലിയ നമ്പർ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, take a bead from the thousands place on the abacus and place it on the tens place. Which is the number got now? അതായത്
ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. മക്കളെ അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് എന്ത് ചെയ്തു മക്കളെ, ഈ ഒരു മുത്തെടുത്തിട്ട് നേരെ 10ന്റെ സ്ഥാനത്തോട്ട് ഇങ്ങോട്ട് ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കിട്ടിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, എന്താണ് ക്വസ്റ്റ്യൻ? അബാക്കസിൽ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് 10ന്റെ സ്ഥാനത്തേക്കാണ് ഇട്ടത് കേട്ടോ. 10ന്റെ സ്ഥാനത്തേക്കാണ് ഇട്ടത്. അങ്ങനെയാണെങ്കിൽ അബാക്കസിലെ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 1000ന്റെ സ്ഥാനത്ത് ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണാണ് ഉള്ളത്. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഒന്നുമില്ല, ടെൻസിന്റെ പ്ലേസിൽ ഒന്നുണ്ട്, വൺസിന്റെ പ്ലേസിലും 0 ആണ്. അപ്പൊ 3010 എന്ന് കിട്ടും അല്ലെ, 3010 എന്ന് കിട്ടും. ക്ലിയർ അല്ല മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് number and the number you got now. അതായത് മക്കളെ അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എപ്പോഴും ഈ സെറ്റ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ മക്കളെ, അബാക്കസ് നമുക്ക് അറിയാം 1 2 3 4 അല്ലെ, 4000 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നോക്കിക്കേ മക്കളെ, ഇപ്പൊ അബാക്കസിൽ എത്രയാണുള്ളത്? 3010 ആണുള്ളത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അത് തമ്മിൽ മൈനസ് ചെയ്യണം അല്ലെ. ഇവിടെ 0 വരും, ഇവിടെ 9 വരും, ഇവിടെ 9 വരും. ഓക്കെ, അപ്പൊ എത്രയാണ് മക്കളെ? 990. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടില്ല മക്കളെ? എങ്കിൽ അത് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് 5083? put tick mark the correct one. അതായത് മക്കളെ 5083 ചുവടെ കൊടുത്തതിൽ ഏത് സംഖ്യയാണ്? ശരി ഉത്തരത്തിന് ടിക്ക് അടയാളപ്പെടുത്താനാ പറഞ്ഞത്. അപ്പൊ 5083 ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് മക്കള് വലിയ സംഖ്യകളൊക്കെ എന്ത് ചെയ്യാം, വായിക്കാനും പറയാനും ഒക്കെ ആയിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഹൗ മെനി എന്നതാണ് മക്കളെ. ചിൽഡ്രൻ ആർ ലൈൻഡ് അപ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ ദി എക്സിബിഷൻസ്. Mira's position is 13th from the both end. How many children are there in the line? എന്താ മക്കളെ ക്വസ്റ്റ്യന്? മൈതാനത്ത് ഒരുക്കിയിട്ടുള്ള പ്രദർശനം കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്? വരി വരിയായിട്ട് നിൽക്കുന്നതാണ് മക്കൾക്ക് അവിടെ കാണുന്നത്. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്ന് കുറെ ആളുകളുണ്ട്. അതില് എത്രാമതാണ്? 13ാമതാണ് മീന. അതുപോലെ തന്നെയാണ് മക്കളെ മീര പിന്നിൽ നിന്നും എണ്ണിയപ്പോഴും എന്ത് തന്നെയാണ്? 13ാമത്തെ ആള് തന്നെയാണ്. അങ്ങനെയാണ് വരിയിൽ എത്ര പേരുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാണാം മക്കളെ? നോക്കിക്കേ, എങ്ങനെ കാണാം? പൊസിഷൻ ഫ്രം ഫ്രണ്ട് അല്ലെ, അതായത് മുന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? 13ാമത്തെ സ്ഥാനമാണ്. പൊസിഷൻ ഫ്രം ബാക്ക് അല്ലെ, അതായത് പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? 13 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചിൽഡ്രൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? 13 + 13 ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 26 കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 1 മൈനസ് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്രയാണ്? 25 കുട്ടികളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ടെണ്ണവും തമ്മിൽ ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യുക. കാര്യം നമ്മൾ എന്ത് ചെയ്തു? 2 തവണ നമ്മൾ അവളെ കൺസിഡർ ചെയ്തു അല്ലെ. മുന്നിൽ നിന്ന് 13ാമത്തെ ആളാണെന്നും പിന്നിൽ നിന്ന് 13ാമത്തെ ആളാണ് എന്നുള്ളതും അല്ലെ. അപ്പൊ 2 തവണ നമ്മൾ എന്ത് ചെയ്തു? അവളെ ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുക? രണ്ടും തമ്മിൽ ആഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്നും 1 മൈനസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിത്ര സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ലൈൻ ഗോട്ട് ദി ടിക്കറ്റ് ഓഫ് ദി നമ്പർ 2785. വാട്ട് വിൽ ബി ദി ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്? എന്താ മക്കളെ പറഞ്ഞത്? ആദ്യം നിന്ന് മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എത്രയായിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം നിൽക്കുന്ന ആളുടെ നമ്പർ നമുക്ക് തന്നിട്ടില്ലേ മക്കളെ? 2785 ആണ്, 89 ആണ് ആദ്യം നിൽക്കുന്ന ആളുടെ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ള ടിക്കറ്റിന്റെ നമ്പറാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കളെ നമുക്ക് ഇവിടെ ഒരു കാര്യം അറിഞ്ഞൂടെ? ഫസ്റ്റ് നമ്പർ നമുക്കറിയാം, നമ്പർ ഓഫ് നമുക്കറിയാലോ. അവിടുത്തെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചതല്ല മക്കളെ, എത്ര ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ല. ടോട്ടൽ 25 ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ട ഉത്തരം നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് ടിക്കറ്റ് നമ്പർ നമുക്കറിയാം 2789 ആണ്. ടോട്ടൽ ചിൽഡ്രൻ എത്രയാണ്? 25 ആണ്.
5 കുട്ടികളാണുള്ളത് അല്ലെ. അങ്ങനെ ലാസ്റ്റ് ടിക്കറ്റ് നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമുള്ള ഈ ഒരു നമ്പറിലോട്ട് എന്ത് ചെയ്യാം? നമ്മൾ 25 കൂടി ആഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2813 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം മക്കളെ? അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുകയും വേണം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് പോവാ കേട്ടോ. ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. Ticket cost is 2,500 rupees. They have 500 rupee notes in hand. How many notes they should pay? അതായത് മക്കളെ നോക്കിക്കേ, അവിടെ ടിക്കറ്റിന് എത്ര രൂപയായിട്ടുണ്ട്? 2500 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പൊ 500ന്റെ നോട്ടുകളാണ് കയ്യിലുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ വിലയായിട്ട് എത്ര നോട്ടുകൾ കൊടുക്കണം എന്നതാണ് ചോദ്യം. ടോട്ടൽ എത്രയാണുള്ളത് മക്കളെ? 2500 ആണല്ലേ. 2500 വളരെ സിമ്പിൾ ആണ് മക്കളെ. ആലോചിച്ചാൽ തന്നെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ടോട്ടൽ നമുക്കറിയാം 2500 ആണ്. ദെൻ വാല്യൂ ഓഫ് 1 നോട്ട്, ഒരു നോട്ടിന്റെ വില എത്രയാണ് മക്കളെ? 500 ആണ് അല്ലേ. ദെൻ നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണ്? നമ്മൾ എന്ത് കണ്ടെത്തണം? 2000 ഡിവൈഡഡ് ബൈ 5000 എന്ന് കണ്ടെത്തണം അല്ലെ. 2500 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 500 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. ടോട്ടൽ എത്ര കിട്ടും? യെസ്, എത്ര കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ട്? അപ്പൊ 2500 ഡിവൈഡഡ് ബൈ 500 ചെയ്താൽ നമുക്ക് 5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സി ദി നമ്പർ കാർഡ്സ് മനു ഹാസ്. അതായത് മനുവിന്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ. 3468, 3648, 4368, 4863, 3864. നോക്കിക്കേ മക്കളെ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചത് ഏതാണ്? ശരിയായ ഉത്തരത്തിന് അടയാളം ഇടാനാണ് പറഞ്ഞത്. ജസ്റ്റ് മക്കളെ ഈ തന്നിട്ടുള്ള നമ്പേഴ്സിന് എന്ത് ചെയ്യാം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് അത് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാനായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഏതാണ് മക്കളെ? ഇതാണ് അതിലെ ഓർഡർ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടില്ലേ? 4863, 4368, 3864, 3648, 3468. ഓക്കെ അല്ലേ മക്കളെ? എന്നിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഉള്ള ക്രമമാണ് നമ്മളോട് ചോദിച്ചിട്ട് അത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ ഒരു രൂപത്തിന്റെ ഈ ഒരു അറ്റത്താണ് സർക്കിൾ ഉള്ളത്. അടുത്തത് ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയില്ലേ? അടുത്ത ചിത്രാകുമ്പോൾ നോർമലി അത് എന്ത് ചെയ്തു? ഇവിടോട്ട് എത്തി. ഇനി അടുത്തതാകുമ്പോൾ ഇവിടോട്ട് എത്തും പറഞ്ഞ മക്കളെ. ഓക്കെ, ഇവിടുന്ന് ഇവിടോട്ട് എത്തും അല്ലേ. ദെൻ അടുത്ത് നോക്കിക്കേ മക്കളെ, ഇവിടെ സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ. അഗെയിൻ എന്ത് ചെയ്യാണ്? ഇത് പുറകിലോട്ട് കയറിയിട്ടുണ്ട് അല്ലെ. ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് കയറി, ഇത് ഇവിടെ തന്നെയുണ്ട്. ദെൻ അടുത്ത സ്റ്റെപ്പ് വീണ്ടും പുറകിലോട്ട് കയറി, ദെൻ ഇവിടോട്ട് കയറി. അടുത്തത് എന്ത് ചെയ്യും മക്കളെ? അടുത്തത് എന്താ ചെയ്യുക? ചിത്രം നോക്കി പറഞ്ഞേ. യെസ്, ഇവിടോട്ട് ചാടും. ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു സ്ക്വയർ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. വളരെയധികം നമുക്ക് പഠിക്കാനായിട്ട് കൂടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.